ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ ജിയോഗ്രഫിയെക്കുറിച്ചിട്ടുള്ള ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നു മുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് പഠിക്കാൻ ആരംഭിക്കുകയാണ്? പ്ലാനറ്റ് എർത്തിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയാണ് അല്ലേ. നമ്മൾ ശാസ്ത്രം ഇത്രയധികം വികസിച്ചിട്ടും ഇത്രയും കാലത്തിനുള്ളിൽ ദ്രാവക രൂപത്തിൽ, അതായത് എങ്ങനെയാണ് ലിക്വിഡ് ഫോമിൽ വാട്ടർ നമ്മൾക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ലൈഫ് അല്ലേ, ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരേയൊരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഇടം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എർത്തിൻ്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ. കാരണം എന്താണ്? അതറിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സവിശേഷതകളുള്ള മറ്റിടങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ചും പഠിക്കാനായിട്ടും അവയെ കണ്ടെത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ എക്സിസ്റ്റൻസ് അല്ലേ, നമ്മളുടെ എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നമ്മളുടെ നിലനിൽപ്പിന് തന്നെ ആധാരം എന്ത് തന്നെയാണ്? പ്ലാനറ്റ് എർത്തിനെ കുറിച്ചുള്ള നമ്മളുടെ പഠനങ്ങളാണ്. അതായത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചാൽ, എങ്ങനെയാണിത് നിലനിൽക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദൈനംദിന കാര്യങ്ങൾക്ക് നമ്മളുടെ ഭൂമിയെ ഉപയോഗപ്പെടുത്തുന്നതിൽ തുടങ്ങി അതിനെ സംരക്ഷിക്കാനും അല്ലേ, അതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകാനും, അതിൻ്റെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നറിയാനും എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്ലാനറ്റ് എർത്തിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ പ്ലാനറ്റ് എർത്തിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ അറിവ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും പ്ലാനറ്റ് എർത്തിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ചർച്ചയിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നമുക്കെന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നോക്കൂ, നമ്മൾ നേരത്തെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. എത്രയായിരുന്നു? 13.7 ബില്യൺ ഇയേഴ്സ് മുമ്പ് ഒരു ബിഗ് ബാങ്ങിലൂടെ എന്ത് ചെയ്യുകയാണ്? പ്രപഞ്ചമുണ്ടായ കഥ നമ്മൾ പറഞ്ഞു അല്ലേ. നോക്കൂ, ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ ഉരുത്തിരിവിൽ നിന്നും ജീവനിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരു എല്ലാ കാലഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ചിത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് സംഭവിക്കുകയാണ്. ആദ്യം ഇതാ ബിഗ് ബാങ്ങുകൾ നടക്കുന്നു. അവിടെ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? അവിടെ നിന്നും പതുക്കെ ഗാലക്സികൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അവയെക്കുറിച്ച് നമ്മൾ ധാരാളമായി ചർച്ച ചെയ്തു അല്ലേ. എന്താണ്? നെബുലായുടെ ഫോർമേഷൻസ് അല്ലേ. നെബുലൈ ഫോർമേഷൻസ് ഉണ്ടാവുന്നു. അവ തുടർച്ചയായി ഗ്രാവിറ്റേഷണൽ ഇംബാലൻസുകളും മറ്റും കാരണം ഇത് ചെയ്യുന്നു. അവ കറങ്ങി തുടങ്ങുന്നു. അവയെല്ലാം ഗാലക്സികളായി മാറുന്നു. ഗാലക്സികളിൽ എന്തുണ്ടാകുന്നു? നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതിൽ ചില നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവയ്ക്ക് ചുറ്റും ചില പ്ലാനറ്റുകൾ സൃഷ്ടിക്കുന്നു. നോക്കൂ, പ്ലാനറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ള പ്ലാനറ്റുകളിൽ ഒന്ന് എന്തായിരുന്നു? ഒന്ന് നമ്മുടെ ഭൂമിയായിരുന്നു അല്ലേ. സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തിയറികൾ നമ്മൾ പഠിച്ചതെന്ന് ചെയ്യുക, നിങ്ങളിപ്പോൾ ആലോചിക്കുക അല്ലേ. ബൈനറി സ്റ്റാർ തിയറി, നെബുലായിക് തിയറി, ഗേഷ്യസ് തിയറികൾ, നമ്മൾ വിവിധങ്ങളായിട്ടുള്ള തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? നിങ്ങളിപ്പോൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എപ്പോഴാണ് ഈ ഒരു ഭൂമിയുടെ നിർമ്മാണം നടന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്? ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ്, 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് നമ്മൾ ഭൂമിയുടെ എന്ത് നടന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നത്? സൃഷ്ടി നടന്നു. അല്ലെങ്കിൽ ഭൂമി ഇന്ന് കാണുന്ന രീതിയിലല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്ലാനറ്റ് എന്ന തലത്തിലേക്ക് ഭൂമി മാറി എന്ന് നമ്മൾ കരുതുന്നത് ഏതാണ്ട് 4.6 ബില്യൺ ഇയേഴ്സ് മുൻപാണ്. എത്ര മുൻപാണ്? 4.6 ബില്യൺ ഇയേഴ്സ് മുൻപാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഭൂമിയുടെ നിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല എന്ന് കൂട്ടുകാർക്കും അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. പക്ഷേ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഭൂമി മാറിയത് എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. സെമി സോളിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് എന്നൊക്കെ നമുക്ക് പറയാം. അർദ്ധദ്രാവകാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? തിളച്ച് മറിയുന്ന ഒരു ഭാഗം, വസ്തുവായിരുന്നു നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അത്തരത്തിൽ തിളച്ച് മറിഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ഒരു ഷേപ്പിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കൂടിയ
ഭാഗങ്ങളെല്ലാം മെറ്റലുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ഗോളാകൃതിയാണല്ലോ, ഇതിന് നടുവിലേക്ക് ഡെൻസിറ്റി കൂടിയ ആളുകളൊക്കെ എത്തും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, ഇരുമ്പ് പോലെയുള്ള ഡെൻസിറ്റി ഏറ്റവും കൂടിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അധികം എവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്ക് കോറിൻ്റെ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ക്രസ്റ്റ് മുതൽ കോർ വരെ. ക്രസ്റ്റ് കോർ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡെൻസിറ്റി ഇൻക്രീസസ് അല്ലേ, എന്ത് ചെയ്യുന്നു, ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ താഴത്തേക്ക് വരുന്നു. അതിൻ്റെ തൽഫലമായിട്ട് എന്ത് ചെയ്യും, ഡെൻസിറ്റി ഇവിടെ കൂടുമ്പോൾ ടെമ്പറേച്ചറും എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ ഇത് പരസ്പരം എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുകയാണ്, ഡെൻസിറ്റി കുറഞ്ഞ ഭാഗങ്ങൾ ക്രസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ അല്ലെ ഉപരിതലത്തിലും, ഡെൻസിറ്റി കൂടിയവ എവിടേക്ക് എത്തുന്നുണ്ട്, താഴത്തേക്കും എത്തുന്നുണ്ട്. അതായത് മറ്റൊരു തിയറി കൂടി ഇതിൽ വരുന്നുണ്ട്. മറ്റൊരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ലിത്തോസ്ഫിയർ എന്ന് നമുക്കറിയാം അല്ലേ. ലിത്തോസ്ഫിയറിൻ്റെ ഫോർമേഷനിലേക്ക്, അത് ലിത്തോസ്ഫിയറിൻ്റെ പേരെന്താണ്, ശിലാമണ്ഡലം. ഈ ലിത്തോസ്ഫിയർ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തെല്ലാം ചേർന്നതാണ് ലിത്തോസ്ഫിയർ, ക്രസ്റ്റും അതിനൊപ്പം എന്താണ്, അപ്പർ പോർഷൻ ഓഫ് മാൻറ്റിലിൻ്റെ മുകളിൽ കുറച്ച് ഭാഗവും ചേർന്നതാണ് ഏത്, ലിത്തോസ്ഫിയർ. അതായത് നമുക്കറിയാമല്ലേ, എർത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ ഭാഗം എന്താണ്, ക്രസ്റ്റ് ഉണ്ട് അല്ലേ. അതിന് താഴെ എന്തുണ്ട്, അതിൻ്റെ താഴെ കുറച്ച് ഭാഗം എന്തുണ്ട്, ഏറ്റവും മുകളിൽ ക്രസ്റ്റ് കിടക്കുന്നുണ്ട്, അതിൻ്റെ താഴെ മാൻറ്റിൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ താഴെ എന്തുണ്ട്, ഔട്ടർ കോറുണ്ട്, അതിനുള്ളിൽ എന്തുണ്ട്, ഇന്നർ കോറുണ്ട് അല്ലേ, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഈ മുകളിലുള്ള ക്രസ്റ്റൽ പോർഷനും മാൻറ്റിലിൻ്റെ കുറച്ച് മുകളിലെ കുറച്ച് ഭാഗവും ഇതെല്ലാം കൂടി ചേർന്നതാണ്, ഇതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റാണ് എന്ത്, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മാൻറ്റിലിൻ്റെ ഏറ്റവും പുറമേയുള്ള ക്രസ്റ്റ് മുഴുവനായിട്ടും അതിനൊപ്പം മാൻറ്റിലിൻ്റെ മുകളിലെ കുറച്ച് അപ്പർ മാൻറ്റിലിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മൾ എസ്തെനോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. നമ്മളുടെ ഈ എന്താ പറയുന്നത്, ഈ അഗ്നിപർവ്വതങ്ങളും മറ്റും പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ അവയെല്ലാം ഫീഡ് ചെയ്യുന്ന ഈ ലാവയുടെയും മറ്റും, ലാവ പുറത്തേക്ക് ഒഴുകില്ലേ, അത് ഭൂമിക്കടിയിലുള്ള സമയത്ത് എന്താ അതിനെ വിളിക്കുക, മാഗ്മ എന്ന് വിളിക്കും. ഇത്തരം മാഗ്മ ചേമ്പറുകളെല്ലാമായിട്ട് ആക്ട് ചെയ്യുന്ന എസ്തെനോസ്ഫിയർ എന്നൊക്കെ പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ എസ്തെനോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ഭാഗം ആണ് ഏത്, എസ്തെനോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ഭാഗം മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങളാണ് ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലിത്തോസ്ഫിയർ എന്തിൻ്റെ മുകളിലാണ് നീങ്ങുന്നത്, ഈ എസ്തെനോസ്ഫിയർ, ഈ മാഗ്മാറ്റിക് ആയിട്ടുള്ള ഈ ഭാഗങ്ങളിൽ അതിന് മുകളിലാണ് ലിത്തോസ്ഫിയർ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്, മൂവ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ വരുന്ന വഴികളിൽ പഠിക്കും. ഓക്കെ, ഇപ്പോൾ എന്താ ആലോചിക്കുക, ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ലെയറുകൾ ഫോം ചെയ്യാൻ എന്ത് കാരണമായി എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ളൊരു ഡിഫറൻസിയേഷൻ നടക്കുന്നുണ്ട്. വാക്കത് തന്നെയാണ്, എന്താണ്, ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്, ഡിഫറൻസിയേഷൻ. എന്താണ് ഡിഫറൻസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ, വേർതിരിക്കൽ അല്ലേ. മലയാളം എന്താണ്, വേർതിരിക്കൽ എന്ന് നമുക്ക് പറയാം. എന്താണ് വേർതിരിക്കൽ, എന്താണ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ വേർതിരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമോ? പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറയാം. അതായത് ഒരു തിയറി ഉണ്ട്, ആ തിയറിയുടെ പേര് ബിഗ് സ്പ്ലിറ്റ് എന്നാണ്. എന്താണ് അതിൻ്റെ തിയറിയുടെ പേര്, ബിഗ് സ്പ്ലാറ്റ്. എന്താണ് ബിഗ് സ്പ്ലാറ്റ് എന്ന് വെച്ചാൽ അറിയാമോ? ബിഗ് സ്പ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭൂമി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഭൂമിയിലേക്ക് ചൊവ്വയുടെ ഏതാണ്ട് ഒരു 3 ഇരട്ടി വലിപ്പമുള്ള മറ്റൊരു ഒബ്ജക്റ്റ് വന്നിട്ട് ഭൂമിയെ ഇടിച്ചു എന്നും അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം എന്ത് ചെയ്തു, ഈ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു പോയെന്നും അതാണ് എന്തായി മാറിയത്, മൂണായി മാറിയത് എന്നുമാണ് പറയുന്നത്. ഇതാണ് ഈ ബിഗ് സ്പ്ലാറ്റ് എന്ന് പറയുന്ന ഒരു തിയറി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇടിയുടെ ഫലമായിട്ട് നേരത്തെ തിളച്ചു മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തിളച്ചു മറിഞ്ഞിട്ട് പതുക്കെ കൂൾ ഡൗൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഭൂമി ഒന്നുകൂടി എന്തായി, റീഹീറ്റ് ചെയ്യപ്പെട്ടു. എന്ത് ചെയ്യപ്പെട്ടു? റീഹീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ റീഹീറ്റാണ് എന്തിലേക്ക് നയിച്ചത്, ഒന്നുകൂടി വേർതിരിക്കലിന് കാരണമായി. ഒരിക്കൽ കൂടി എന്തിന് കാരണമായി, വേർതിരിക്കൽ അഥവാ ഡിഫറൻസിയേഷന് കാരണമായി. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ആ വാക്ക് എന്താണ്, ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ അഥവാ വേർതിരിക്കൽ ഓർത്ത് വയ്ക്കുക. ഇതെന്തിലേക്ക് നയിക്കുകയാണ്, ഒന്നുകൂടി റീഹീറ്റ് ചെയ്യപ്പെടും, ഒന്നുകൂടി ചൂടാവുകയാണ് ഭൂമി മൊത്തം. ഈ ചൂടാവുന്നതോടുകൂടി ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഭൂമി ഒന്നുകൂടി
കൃത്യമായിട്ട് എന്തിലേക്ക് നയിക്കപ്പെടുന്നു? വിവിധ പാളികളായിട്ട് അതെന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഡെൻസിറ്റി എന്ത് ചെയ്യുകയാണ്? ഉള്ളിലേക്ക് പോകുന്തോറും കൂടി വരുന്ന രീതിയിൽ കൃത്യമായിട്ടൊരു ലെയർ ഫോർമേഷൻ ഈ റീഹീറ്റിംഗ് പ്രോസസ്സ് ഒന്നുകൂടി സഹായിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് ഏതാണ്ട് 4 ബില്യൺ ഇയേഴ്സ് മുമ്പ് നടന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ലെയർ ഫോർമേഷന് കാരണമായത് എന്തായിരുന്നു? ഈ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സായിരുന്നു. അതായത് ഡെൻസിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ച് ഡെൻസിറ്റി കുറഞ്ഞത് ക്രസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ, ഡെൻസിറ്റി ഒന്നുകൂടി തൊട്ട് താഴെ, അതിലും താഴെ എന്നതിൽ കോറിൽ ഇരുമ്പ് ഉൾപ്പെടെയുള്ള ഹയർ ഡെൻസിറ്റി ആയിട്ടുള്ള മെറ്റീരിയലുകൾ എന്താണ്? ഏറ്റവും നടുവിലേക്ക് മുങ്ങിപ്പോയിട്ട് അവിടെ കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക? നിങ്ങൾ കൃത്യമായിട്ട് ഈ വാക്ക് ഓർക്കുക. കാരണം ഡിഫറൻസിയേഷൻ എന്നത് UPSCയിൽ വരെ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. കേരള PSCയുടെ മാറുന്ന രീതി അനുസരിച്ച് ഒരു മിനി UPSC മോഡലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ ധാരാളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിഫറൻസിയേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. എൻ്റെ കൺസെപ്റ്റ് ഉൾപ്പെടെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ബിഗ് സ്പ്ലാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേമും എന്ത് ചെയ്യുക? എന്താണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ബിഗ് സ്പ്ലാറ്റ് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എർത്തും മൂണും തമ്മിൽ ബന്ധപ്പെട്ടത്, എർത്തും മാർസും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള എന്നൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ കഥ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ നമ്മൾ ഭൂമിയുടെ എന്താ പറയുന്നത് ലെയറുകൾ എങ്ങനെ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ലെയറുകൾ ഫോം ചെയ്തതോടുകൂടി കഥ കഴിഞ്ഞോ? ഇല്ല, കഥ ആരംഭിക്കുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? ഭൂമിയുടെ അകക്കാമ്പ് മുതൽ, അകക്കാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർ കോർ അല്ലേ? അകക്കാമ്പും അതുപോലെ തന്നെ മാൻറ്റിലും അതിന് മുകളിലുള്ള എന്താ പറയുക ക്രസ്റ്റും, ഇത് മാത്രം നമ്മൾ കണ്ടാൽ മതിയോ? പോരാ. നമ്മൾ ജീവിക്കുന്ന ഇടമുണ്ട് അല്ലേ? അതെന്താണ്? അതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അഥവാ അന്തരീക്ഷം. എന്താണ് നമ്മൾ വിളിക്കുന്നത് അതിനെ? അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം. ഇന്നത്തെ നമ്മുടെ അന്തരീക്ഷം നമുക്കറിയാമല്ലേ? എത്രയാണ്? 72% നൈട്രജനും ബാക്കിയുള്ളത് ഓക്സിജനും. ഇവ രണ്ടും കൂടി കൂടുമ്പോൾ തന്നെ 99% അല്ലേ? പിന്നീട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും? അതങ്ങോട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ആയിരുന്നോ പ്രൈമോർഡിയൽ അറ്റ്മോസ്ഫിയർ? അതായത് ഭൂമി ഉണ്ടായ കാലഘട്ടത്തിലെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആയിരുന്നോ? തീർച്ചയായിട്ടുമല്ലായിരുന്നു. ഭൂമി ഉണ്ടായ കാലഘട്ടത്തിലുള്ള അറ്റ്മോസ്ഫിയർ അഥവാ പ്രൈമോർഡിയൽ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയായിരുന്നു? ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു. നിങ്ങളിപ്പോഴും നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രജനും ഹീലിയവും കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും അമോണിയയൊക്കെയാണ് എവിടെയുള്ളത്? അവിടെ ഉണ്ടാവാറുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ പ്രൈമോർഡിയൽ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രജനും ഹീലിയവും മാത്രമുള്ള അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കണ്ടിരുന്നു അല്ലേ? എന്താണ്? ഇന്നർ പ്ലാനറ്റുകൾ അഥവാ ഇൻറ്റേർണൽ പ്ലാനറ്റുകൾ എന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. ഇന്നർ പ്ലാനറ്റുകളുടെ എല്ലാത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള വാതക അന്തരീക്ഷങ്ങൾ എങ്ങനെയാണ് നീക്കം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? സോളാർ വിൻഡുകൾ അഥവാ സൗരവാദങ്ങളാണ് അതിന് കാരണമായത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ബേസിക്സ് പഠിച്ചപ്പോൾ നമ്മളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുക അത്. അപ്പോൾ സൂര്യനിൽ നിന്ന് എന്ത് പോകുന്നുണ്ട് പുറത്തേക്ക്? എല്ലാ ദിക്കിലേക്കും ഈ സോളാർ വിൻഡുകൾ പോകുന്നുണ്ട്. അത് ഇന്നർ പ്ലാനറ്റുകളായിട്ടുള്ള എന്താ പറയുന്നത് ആദ്യത്തെ 4 ആളുകൾ അല്ലേ? അതിനുശേഷം ആസ്ട്രോയിഡ് ബെൽറ്റ്, പിന്നീട് അങ്ങോട്ടാണ് വ്യാഴവും മറ്റ് ഗ്രഹങ്ങളും. ഇവരുടെ എല്ലാം ഗേഷ്യസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സോളാർ വിൻഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയില്ലാതെ ഇവിടെ വളരെ കട്ടിയേറിയ മറ്റ് ജൂപ്പിറ്ററിൻ്റെയും മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റ് 4 ഗ്രഹങ്ങളെ പോലെ എന്തില്ല? തിക്കായിട്ടുള്ള ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ സോളാർ വിൻഡുകൾ എന്ത് ചെയ്യുന്നു? ഈ ഹൈഡ്രജനെയും ഹീലിയത്തിനെയൊക്കെ അങ്ങോട്ട് പറത്തിക്കളയുകയാണ്. അതിനുശേഷമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത്. ആ പ്രോസസ്സിൻ്റെ പേര് പ്രത്യേകം ഓർത്തിരിക്കുക. അതാണ് ഡീഗ്യാസിങ് അഥവാ വാതകമോചനം. എന്താണ്? ഡീഗ്യാസിങ് അഥവാ വാതകമോചനം. എന്താണ് ഈ വാതകമോചനം? നമ്മൾ നോക്കൂ, ഗ്രഹങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് വരിക. എന്ത് സംഭവിക്കുകയാണ്? ഭൂമിയുടെ ഉള്ളിൽ നിന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും മറ്റും എന്ത് ചെയ്യുകയാണ്? അറ്റ്മോസ്ഫിയറിലേക്ക് വിവിധങ്ങളായിട്ടുള്ള വാതകങ്ങൾ എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെല്ലാമാണ് റിലീസ് ചെയ്യപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രധാനമായിട്ടും എന്തുണ്ട്? സ്റ്റീമുണ്ട്
അതായത് നീരാവി. മനസ്സിലാവുന്നുണ്ടോ? അത്രയും തിളച്ച് ഇപ്പോഴും എന്താണ് ചൂട്, ഒട്ടും കൂളായിട്ടില്ല, കുറച്ച് കൂളായിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ്, ദ്രാവക രൂപത്തിൽ ലിക്വിഡ് ഫോമിൽ വെള്ളത്തിന് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. അപ്പം നീരാവിയായിട്ട് സ്റ്റീമായിട്ട് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷമോ നൈട്രജൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്? നൈട്രജൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. മീഥെയിൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അമോണിയ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെയോ വളരെ കുറച്ച്, എന്താണ്, വെരി ലെസ് ഫ്രീ ഓക്സിജൻ. ഓക്സിജൻ എങ്ങനെയാണ്, വളരെ കുറച്ച് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റീം, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അമോണിയ, ഓക്സിജൻ എന്നിങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇവയെല്ലാം റിലീസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രൈമോർഡിയൽ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഹൈഡ്രജൻ, ഹീലിയം എന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മളുടെ അറ്റ്മോസ്ഫിയർ പതുക്കെ മാറിത്തുടങ്ങുകയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ സ്റ്റോറി പറയാൻ കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളൊക്കെ ആയിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അറിയാതെ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എക്സ്ട്രാ എടുത്ത് പിന്നെയും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? +1 നിങ്ങളുടെ സിലബസിൽ ജിയോഗ്രഫി സിലബസ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫിയിൽ നോക്കിയാൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവ ഉൾപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രോസസ്സിന് ഇത്തരത്തിൽ എന്ത് ചെയ്യുകയാണ്, അപ്പോൾ എന്ത് ചോദിക്കാം, ഡീഗ്യാസിങ്ങിലൂടെ ഏറ്റവും അധികം എന്ത് ചെയ്തു, പുറത്തേക്ക് തള്ളിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റീം, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പക്ഷേ എന്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഓക്സിജൻ വളരെ കുറവേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. അപ്പോൾ വെരി ലെസ് ഫ്രീ ഓക്സിജനെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് ശേഷം നിങ്ങളൊരു ലൈൻ ഓഫ് പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കണം. എന്തൊക്കെയാണ്? വോൾക്കാനിക് ഇറപ്ഷൻസ് തുടർച്ചയായിട്ട് സംഭവിക്കുകയാണ് അല്ലേ. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് സംഭവിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇതുപോലെ സ്റ്റീം എന്താണ്, ശരിക്കും വെള്ളമാണ്, പക്ഷേ ഏത് ഫോമിലാണ്, നീരാവി അല്ലേ. ആ ഒരു വാതക രൂപത്തിലാണ് മുകളിൽ നിൽക്കുന്നത് എന്നേ ഉള്ളൂ. തുടർച്ചയായി സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട് മറ്റ് വാതകങ്ങളോടൊപ്പം. പിന്നെ പതുക്കെ എന്ത് നടക്കുന്നു അറിയോ നിങ്ങൾക്ക്, എർത്ത് പതുക്കെ കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങും. എർത്ത് പതുക്കെ എന്ത് ചെയ്യും, കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൂൾ ഡൗൺ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ മുകളിലേക്ക് പോയിട്ടുള്ള നീരാവി എന്ത് ചെയ്യുമെന്നറിയോ നിങ്ങൾക്ക്, കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും, ഘനീഭവിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഘനീഭവിച്ച കണ്ടൻസ് ചെയ്ത ഈ ഒരു എന്താ പറയുക, നീരാവി എന്ത് ചെയ്യും, റെയിനായിട്ട്, മഴയായിട്ട് എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങും. അതായത് ഭൂമിയിൽ എന്ത് തുടങ്ങുകയാണ്, മഴ പെയ്യാൻ തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഭൂമിയിൽ എന്ത് ചെയ്യുകയാണ്, മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ഈ മഴ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അതിൽ ലയിപ്പിച്ച് താഴത്തേക്ക് എത്തിക്കും. എന്ത് ചെയ്യും, ഈ മഴ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിച്ച് താഴത്തേക്ക് എത്തിക്കും. ഇതെന്ത് ചെയ്യും, വീണ്ടും ഹീറ്റിനെ എന്ത് ചെയ്യും, കുറയ്ക്കും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അറിയാമല്ലേ, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് പോലെയാണ്. അത് അന്തരീക്ഷത്തിൽ എന്തെങ്കിലും എന്ത് ചെയ്യും, കൂടുതൽ ചൂട് അനുഭവപ്പെടും. ഈ മഴ പെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച് താഴത്തേക്ക് വന്നോട് ഹീറ്റ് കുറയും. അതായത് ഫർദർ എന്ത് ചെയ്യും, കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഫർദർ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ നടക്കുന്ന ഈ നീരാവികൾ എന്ത് ചെയ്യും, പുറമേക്ക് തള്ളപ്പെടുന്ന നീരാവി കണ്ടൻസ് ചെയ്യും. വീണ്ടും റെയിൻ ഉണ്ടാകും. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ലയിക്കപ്പെടും, താഴത്തേക്കിട്ടും, വീണ്ടും ഹീറ്റ് കുറയും. ഇതെന്ത് ചെയ്യുകയാണ്, പിന്നീട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായ മഴകൾ എന്ത് സൃഷ്ടിക്കും, ഭൂമിയിൽ വെള്ളം ഒഴുകാൻ കാരണമാകും. അത് അവസാനം വെള്ളം ഒഴുകി എവിടേക്കെത്തും, ഓഷ്യൻസ് ആയിട്ട് മാറും. ഭൂമി എന്തുണ്ടാക്കുന്നു, ഭൂമിയിൽ സമുദ്രങ്ങൾ, ഭൂമിയുടെ വലിയ വലിയ പസഫിക് പോലെയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബിഗ് സ്പ്ലാറ്റ് എന്ന പേരിൽ, എന്താണ് ബിഗ് സ്പ്ലാറ്റ് എന്ന പേരിൽ നമ്മൾ പറഞ്ഞില്ല. ഈ ബിഗ് സ്പ്ലാറ്റ് കാരണമാണ് പസഫിക് ഓഷ്യൻ ഇപ്പോൾ നിൽക്കുന്ന വലിയ ഗർത്തമുണ്ടായത് എന്നൊരു വാദമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പല വാദങ്ങളിലൊന്ന് മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമുദ്രങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ വലുപ്പമുള്ള ഗർത്തങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഈ സമുദ്രങ്ങൾ ഈ തുടർച്ചയായ മഴകൾ കാരണം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്രോസസ്സ് തുടരുന്നത് കാരണം സമുദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ഏതാണ്ട് എത്രയാണ്, 4 ബില്യൺ ഇയേഴ്സ് മുൻപാണ് സമുദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ സമുദ്രത്തിൽ നോക്കൂ,
സമുദ്രമുണ്ടായി. ഈ സമുദ്രത്തിലാണ് ആദ്യമായിട്ട് ഏകകോശ ജീവികളുടെയും മറ്റും രൂപത്തിൽ എന്തുണ്ടാകുന്നത്? ആദ്യമായിട്ട് ലൈഫ് ഉണ്ടാകുന്നത്. എന്തുണ്ടാകുന്നത്? ജീവൻ ഉണ്ടാകുന്നത്. ഏതാണ്ട് 3.8 ബില്യൺ ഇയേഴ്സ് മുൻപ് എന്ത് ചെയ്യുകയാണ്? ജീവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനുശേഷം എന്ത് സംഭവിക്കുകയാണ്? പതുക്കെ ഏതാണ്ട് 3 ബില്യൺ ഇയേഴ്സ് പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫോട്ടോസിന്തസിസ് അഥവാ എന്താണ്? പ്രകാശ സംശ്ലേഷണം. എന്താണ്? പ്രകാശ സംശ്ലേഷണം എന്ത് ചെയ്യുകയാണ്? ആരംഭിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് ആരംഭിക്കുന്നു. ഫോട്ടോസിന്തസിസ് ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ വെളിയിലേക്ക് തള്ളപ്പെടും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സ്വീകരിച്ച് ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? വെളിയിലേക്ക് തള്ളപ്പെടുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഹോൾ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പ്രൈമോർഡിയൽ അന്തരീക്ഷത്തിലേക്ക് വന്ന ആദ്യം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് വിവിധ ലെയറുകളുണ്ടാകുന്നു. അതിനുശേഷം ബിഗ് സ്പ്ലാറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു? റീഹീറ്റ് ചെയ്യപ്പെടുന്നു. ഒന്നുകൂടി ക്രസ്റ്റ് കോർ എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റിയുടെ ഡിഫറൻസിൽ ലെയർ ഫോർമേഷനുകൾ നടക്കുന്നു. അതിനുശേഷമോ അന്തരീക്ഷത്തിനെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിലോ ഹൈഡ്രജനും ഹീലിയവും മാത്രമുള്ള ഒരു പ്രൈമോർഡിയൽ അറ്റ്മോസ്ഫിയർ ആണ് നമുക്കുണ്ടായിരുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ സോളാർ വിൻഡുകൾ സൗരവാതം കാരണം റിമൂവ് ചെയ്യപ്പെടുന്നു. പിന്നീട് അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? അഗ്നിപർവ്വതങ്ങളുടെയും മറ്റും സ്ഫോടനം കാരണം സ്റ്റീം, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, വളരെ കുറച്ച് ഓക്സിജൻ എന്നിവ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. അല്ലേ? ഇതിനുശേഷം എന്തിലേക്കാണ് ഇത് നയിക്കുന്നത്? വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ഒപ്പം വരുന്ന സ്റ്റീമും മറ്റും എർത്ത് പതുക്കെ കൂൾ ഡൗൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ സ്റ്റീം കണ്ടൻസ് ചെയ്യപ്പെടുന്നു. അത് മഴയായി റെയിനായി താഴെ വരുന്ന കൂട്ടത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിച്ച് താഴത്തേക്ക് എത്തിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഹീറ്റ് വീണ്ടും കുറയുന്നു. ഇത് ഫർദർ കൂളിംഗ് ഡൗണിലേക്കും ഫർദർ കണ്ടൻസേഷനിലേക്കും ഘനീഭവിക്കുന്നതിലേക്കും ഫർദർ മഴകളിലേക്ക് റെയിനുകളിലേക്കും ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുകയാണ്? തുടരുകയാണ്. അത് ഓഷ്യൻസിൻ്റെ സൃഷ്ടിക്ക് കാരണമാകുന്നു. ഏതാണ്ട് 4 ബില്യൺ ഇയേഴ്സിന് മുൻപ് ഓഷ്യൻസിൽ 3.8 ബില്യൺ ഇയേഴ്സിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ജീവൻ്റെ ഒരു എന്ത് ചെയ്യുകയാണ്? കണിക ലഭിക്കുകയാണ്. ഇത് പിന്നീട് ഫോട്ടോസിന്തസിസിലേക്ക് നയിക്കുകയും ഫോട്ടോസിന്തസിസ് എന്ത് ചെയ്യുകയാണ്? ഫർദർ ഓക്സിജനെ എന്ത് ചെയ്യുകയാണ്? ഓഷ്യൻസിലേക്ക് എന്ത് ചെയ്യുകയാണ്? നിറയ്ക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഓഷ്യൻസിലേക്ക് ഓക്സിജൻ നിറയുകയും ഏതാണ്ട് 2 ബില്യൺ വർഷം മുൻപ് സമുദ്രങ്ങൾ ഓക്സിജൻ നിറഞ്ഞിട്ട് അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? പതുക്കെ റിലീസ് ചെയ്യപ്പെടാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പിന്നീട് എന്തിലേക്ക് നയിക്കുന്നത്? മറ്റ് ജീവജാലങ്ങൾ സമുദ്രത്തിൽ വീണ്ടും ഉണ്ടാകുന്നു. സമുദ്രത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളിൽ നിന്ന് കരയിലേക്ക് കൂടി കയറുന്ന എന്താണ്? ജീവികൾ ഉണ്ടാവുകയാണ്. ആദ്യം എന്തുണ്ടാകുന്നുണ്ട്? സമുദ്രത്തിൽ മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ജീവികൾ, പിന്നീട് സമുദ്രത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, അതിനുശേഷമോ കരയെ അടക്കി ഭരിക്കുന്ന ദിനോസറുകളും മറ്റ് ജീവികളും തുടങ്ങിയ അവസാനം മനുഷ്യനിലേക്ക് എന്ത് ചെയ്യുകയാണ്? പതുക്കെ ഭൂമി എത്തിച്ചേരുകയാണ്. ഇതാണ് ഭൂമിയുടെ ഒരു ചരിത്രം എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. മനസ്സിലായോ? പ്രധാനപ്പെട്ട പല ടേമുകളും കഥകളും നമ്മൾ ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? ഫൈൻ. ഇനി നമ്മൾ എവിടേക്ക് പോവുകയാണ്? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? വളരെ പണ്ട് കാലം മുതൽ തന്നെ ഭൂമിയെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്തകരൊക്കെ തങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ഈ ആശയങ്ങളെല്ലാം ശരിയായിരുന്നോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ആശയങ്ങളെല്ലാം ശരിയായിരുന്നില്ല. ഈ ആശയങ്ങളിലെല്ലാം ധാരാളം തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഓരോ ആളുകളുടെയും സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്തകളും പരീക്ഷണങ്ങളും മറ്റുമാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലേക്കും ഇന്ന് നമുക്കുള്ള അറിവുകളിലേക്കും നയിക്കുന്നത്. അപ്പോൾ നമ്മളുടെ SCERT ടെക്സ്റ്റ് പ്രകാരം ഭൂമിയുടെ ആകൃതി എന്താണ്? അത് പണ്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നും എങ്ങനെയാണ് വസ്തുതകൾ എന്ന് വെച്ചാൽ എന്താണ്? ഫാക്റ്റുകളിലേക്ക് എങ്ങനെയാണ് ഫ്രം ബിലീഫ്സ് or from fantasies how it reached to facts
മനസ്സിലാവുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണ്. നോക്കൂ, ആദ്യമായിട്ട് തെയിൽസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു തെയിൽസ്. ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചിന്തകളിലൂടെ ഭൂമിക്ക് ഗോളാകൃതിയായിക്കൂടെ എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അദ്ദേഹം ആകാശത്തും മറ്റും നിരീക്ഷിക്കുകയും മറ്റും ചെയ്തപ്പോൾ എല്ലാവരും പലതും ഗോളാകൃതിയിൽ കാണുമ്പോൾ ഒരുപക്ഷെ അതുപോലെ തന്നെ ഗോളമായിക്കൂടെ എർത്ത് എന്നൊരു ചിന്തയായിരിക്കാം അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത്. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയോ? അദ്ദേഹം ഈ ഒരു ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. കാരണം നമുക്ക് ഊഹിക്കാം അല്ലേ, എന്താണ് അന്ന് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥ പോലെയാണ് അദ്ദേഹം അതെന്ത് ചെയ്യുന്നത്, ആലോചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഗോളം എന്ത് ചെയ്യുകയാണ്? അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? തെയിൽസ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഭൂമിയുടെ സ്പിരിക്കൽ ഷേപ്പ്, ഗോളാകൃതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് തെയിൽസ് എന്ന് പറയുന്ന തെയിൽസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് 2 ആളുകൾ വരികയാണ്. ആരൊക്കെയാണ്? ഒന്നാമൻ പൈത്തഗോറസ് ആണ്, രണ്ടാമൻ അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഒന്നാമൻ പൈത്തഗോറസ് ആണ്, രണ്ടാമൻ അരിസ്റ്റോട്ടിലാണ്. ഇവരും നമ്മളുടെ എന്താ പറയുന്നത്, തെയിൽസിനെ പോലെ തന്നെ ഗ്രീക്ക് എന്താ പറയുക തത്വചിന്തകരായിരുന്നു. പൈത്തഗോറസും അരിസ്റ്റോട്ടിലും എന്ത് ചെയ്യുകയാണ്? ഭൂമിക്ക് ഗോളാകൃതി തന്നെയാണ് എന്നെന്ത് ചെയ്യുകയാണ്? ഉറപ്പിച്ച് സ്ഥാപിച്ച് പറയുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ, എന്താണ്? ഈ സമയത്ത് ചർച്ച് വളരെ സ്ട്രോങ് ആയിരുന്നു. ചർച്ചിൻ്റെ വിശ്വാസപ്രകാരം എങ്ങനെയായിരുന്നു? ഭൂമി ഗോളാകൃതിയല്ല, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ തന്നെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. ഭൂമിക്ക് ചുറ്റുമാണ് ചന്ദ്രനാകട്ടെ, സൂര്യനാകട്ടെ, മറ്റ് ഗ്രഹങ്ങളാകട്ടെ, വാൽനക്ഷത്രങ്ങൾ, ഭൂമിയുടെ ആകാശത്ത് കാണുന്ന എല്ലാം കറങ്ങുന്നത് ഭൂമിക്ക് ചുറ്റുമാണെന്നും ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നുമാണ് ആര് വിശ്വസിച്ചിരുന്നത്? ചർച്ച പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഘടകവിരുദ്ധമായി സംസാരിക്കുന്ന എല്ലാവരെയും ചർച്ച എന്ത് ചെയ്തിരുന്നു? പനിഷ് ചെയ്തിരുന്നു. അപ്പോൾ പൈത്തഗോറസും അരിസ്റ്റോട്ടലൊക്കെ ഇത് പറഞ്ഞു. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ഈ ആശയത്തിനോട് വളരെയധികം വിയോജിപ്പുകളുണ്ട്. പിന്നീട് കോപ്പർനിക്കസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങുന്നുണ്ട്. അതിന് അദ്ദേഹം എന്താണ് വിലയായിട്ട് കൊടുക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നത്? പകരം കൊടുക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി ഇതുപോലെ തന്നെ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭടൻ അല്ലേ, അദ്ദേഹം ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് തൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. വേണ്ട രീതിയിലുള്ള എന്താ പറയുക ഒരു അംഗീകാരം കിട്ടാതെ പോയ ഒരാൾ തന്നെയാണ് ആര്യഭടൻ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആളുകളെയൊക്കെ വേൾഡ് എന്താ പറയുക മുഴുവനായിട്ട് അറിയുമ്പോൾ ആര്യഭടനെക്കുറിച്ച് നമ്മൾ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്? ഏതാണ്ട് പഠിക്കുന്നത്. ഇനി സാങ്കല്പിക അച്ചുതണ്ടുണ്ടെന്നും അത് ആര്യഭടൻ എന്തുകൂടി ചെയ്തിട്ടുണ്ട്? ഭൂമിയുടെ ഏതാണ്ട് ഭൂമധ്യരേഖ എന്ന് നമ്മൾ പറയും അല്ലേ, ഭൂമധ്യരേഖയുടെ അതായത് ഭൂമിയുടെ ചുറ്റളവ് എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഏതാണ്ട് ഒരളവ് കണക്കാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ആര്യഭടൻ. ശരിയായ അളവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ അളവാണ് ലഭിച്ചത് എന്നുണ്ടെങ്കിലും അതങ്ങനെയാണ് എന്ന കൺസെപ്റ്റ് അറിയുന്ന ഒരാളായിരുന്നു ആര്യഭടൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മഗല്ലൻ എന്ന് പറയുന്നൊരു നാവികൻ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ലോകം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? കപ്പൽ യാത്രയിൽ എന്ത് ചെയ്യുകയാണ്? നടത്തുകയാണ്. അദ്ദേഹം തിരിച്ച് എന്ത് ചെയ്യുന്നില്ല? തൻ്റെ നാട്ടിലെത്തുന്നില്ല. അദ്ദേഹം വഴിയിൽ ഫിലിപ്പൈൻസിൻ്റെ അടുത്ത് നടക്കുന്നൊരു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്യാങ് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് നാട്ടിലെത്തുന്നുണ്ട്. ഈ ഒരു യാത്ര എന്ത് തെളിയിക്കുന്നുണ്ട്? ഈ ഒരു കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണ് അല്ലേ. തങ്ങൾ പുറപ്പെട്ട ഇടത്ത് തന്നെ തങ്ങൾ എന്ത് ചെയ്യുകയാണ്? തിരിച്ചെത്തുകയാണ് എന്നതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗ്യാങ്, ഈ ഒരു യാത്ര എന്ത് തെളിയിക്കുന്നുണ്ട്? ഭൂമി ഉരുണ്ടതാണ് എന്ന കാര്യം തെളിയിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതെന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ക്ഷമിക്കണം. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും അപ്പോഴും പറയുന്നത് എർത്ത് എങ്ങനെയാണ്? ഇവരെല്ലാം സ്പെരിക്കലാണ്, കൃത്യമായൊരു ഗോളമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഐസക് ന്യൂട്ടനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഐസക് ന്യൂട്ടൻ പറയുകയാണ് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി അല്ല എന്ന് പറയുകയാണ്. ഗോളാകൃതിയല്ല, പകരം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, എന്താണ്? മധ്യഭാഗം ചെറുതായിട്ടൊന്ന് വീർത്ത ഒരു ഗോളാകൃതിയാണ്. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്ന, അതായത് എങ്ങനെയാണ്? ധ്രുവപ്രദേശങ്ങളൊന്ന് പരന്ന് കിടക്കുന്ന, മധ്യഭാഗം ഒന്ന് വീർത്ത് കിടക്കുന്ന. ഞാൻ ഈ വരച്ചത് കൃത്യമല്ല, ഇത് നിങ്ങൾ നോക്കണ്ട.
ഞാൻ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അതായത് മധ്യഭാഗം എങ്ങനെ, ധ്രുവപ്രദേശങ്ങളൊന്ന് പരന്ന് കിടക്കുന്ന, മധ്യഭാഗം കുറച്ച് വീർത്ത് കിടക്കുന്ന, ഇതും ശരിയല്ല കേട്ടോ. അത് അങ്ങനെ ഇവിടെ വരേണ്ട സ്ഥലത്തെ പോൾസ് എന്ന് വിചാരിക്കും. അതായത് ഭൂമധ്യരേഖയുടെ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ്, ഒന്ന് വീർത്ത് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ധ്രുവങ്ങളുടെ ഭാഗമോ അതൊന്ന് പരന്നാണ് കിടക്കുന്നത്, പരന്ന ധ്രുവങ്ങളാണ്. ഒരു ഓറഞ്ച് വെച്ച പോലെ അല്ലേ, നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഓറഞ്ചിൻ്റെ ഷേപ്പ് ആലോചിക്കുക എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആകൃതിയാണ് ആരുടേത്, എർത്തിൻ്റേത് എന്ന് ആര് പറയുകയാണ്? സർ ഐസക് ന്യൂട്ടൺ പറയുകയാണ്. ഇങ്ങനെ ധ്രുവങ്ങളൽപ്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായിട്ടുള്ള ഗോളാകൃതിയെ വിളിക്കുന്ന പേരാണെന്ത്? ജിയോയിഡ്. ഇത് നോക്കുക, ജിയോയിഡ്. ഈ ജിയോയിഡിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. രസകരമായൊരു കാര്യമാണല്ലേ. എന്താണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഭൂമിയുടെ ആകൃതിയാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് തിരിച്ചു പറയുകയാണ്. മനസ്സിലായോ? അതായത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭൂമധ്യരേഖയുടെ ഈ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇത്രയധികം ഇല്ല, എന്താണ്, ഒന്ന് പരന്ന് കിടക്കുന്നതും നമ്മളുടെ പോൾസിൻ്റെ ഭാഗം ഒന്ന് എന്താണ് പരന്ന് കിടക്കുന്നതും ഭൂമധ്യരേഖയുടെ ഈ ഭാഗങ്ങളൊന്ന് വീർത്ത് നിൽക്കുന്നതുമായ രീതിയിലുള്ള ഈ ഷേപ്പിനെ ജിയോയിഡ് ഷേപ്പ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ജിയോയിഡ് ഷേപ്പ് എന്ന് പേരിട്ട് വിളിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ സർ ഐസക് ന്യൂട്ടനാണ് ഭൂമി കൃത്യമായിട്ടുള്ളൊരു ഗോളമല്ല എന്ന് കണ്ടെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയധികം ശാസ്ത്രജ്ഞരുടെ ഇത്രയധികം കാലത്തെ ചിന്താഗതികളാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഭൂമിയുടെ ഈ ഒരു ആകൃതിയുടെ വ്യത്യാസങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഭൂമിയുടെ വലിപ്പം എത്രയാണ്? ഭൂമിയുടെ വലിപ്പം എന്ന് ആദ്യമായിട്ട് കണ്ടെത്താൻ ശ്രമിച്ചതാരായിരുന്നു? അത് BC 3-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള ഇറാത്തോസ്തെനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവ്, അതായത് ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യരശ്മികൾ എന്താണ്, ഓരോ വ്യത്യസ്തമായ കോണിലാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ പതിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കോണളവിനെ മാത്രം ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഭൂമിയുടെ ചുറ്റളവ് എന്ത് ചെയ്യുകയാണ്? ഏതാണ്ട് കണക്കാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് സ്റ്റേഡിയ, എന്താണ് സ്റ്റേഡിയ എന്ന് പറയുന്ന ഗ്രീസിൽ അന്ന് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് പ്രകാരമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇതളക്കുന്നത്. ഏതാണ്ട് 2,50,000 സ്റ്റേഡിയ എന്നതാണ് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവായിട്ട് ഇറാത്തോസ്തെനീസ് 3-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുന്നത്. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലത്തെ ഒരു സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് എന്നുകൂടി നമ്മളുടെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇറാത്തോസ്തെനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകൻ എന്ത് ചെയ്യുകയാണ്? ഭൂമിയുടെ ചുറ്റളവ് ഏതാണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? ഇനി അടുത്തത് അച്ചുതണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യം ഒന്ന് വായിച്ചു നോക്കൂ. അച്ചുതണ്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവിടെ പറയുന്നു, ഒരു പന്തിൻ്റെ മധ്യഭാഗത്തോടുകൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കൂ. ഈ ദണ്ടാണ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചുതണ്ട്. അപ്പോൾ എന്താണ് ആക്സിസ് അഥവാ അച്ചുതണ്ട് എന്ന് പറയുന്നത്? ഇങ്ങനെ എന്താണ്, ഒരു പന്തിന് നടുവിലൂടെ എന്ത് ചെയ്യുകയാണ്? ഒരു ദണ്ട് അല്ലേ, ഒരു കമ്പി ഇങ്ങനെ കുത്തിക്കയറ്റുകയാണ്. അപ്പോൾ ഇതാണ് അച്ചുതണ്ട്. ഇതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി ഒരു ദണ്ടുണ്ടെന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. ഈ സാങ്കല്പികമായിട്ടുള്ള ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ അച്ചുതണ്ടിനെ കേന്ദ്രമാക്കിയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഈ അച്ചുതണ്ട് പുറത്തേക്ക് എത്തുന്ന രണ്ട് ഭാഗങ്ങളെ നമ്മൾ ധ്രുവപ്രദേശങ്ങളെന്ന് വിളിക്കുന്നു. ഈ ഷേപ്പ് നോക്കൂ, ഈ രണ്ടിൻ്റെയും ഷേപ്പ് നോക്കൂ. ഈ ധ്രുവത്തിൽ കണ്ടു ഒന്ന് പരന്നിരിക്കുന്നു, ഈ ഭാഗം ഒന്ന് തള്ളിയിരിക്കുന്നു. ഇതാണ് ഇത് ജിയോയിഡ് ഷേപ്പ് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഷേപ്പ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അച്ചുതണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാമല്ലോ. ശരിക്കും എങ്ങനെയാണ് ഒരു ഗോളം നിൽക്കുകയാണ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അച്ചുതണ്ട് എങ്ങനെ വേണം? ഈ ഒരു എങ്ങനെ വേണം? അത് ഈ നടുവിലൂടെ എങ്ങനെ കടന്നു പോകണം അല്ലേ? പക്ഷേ എങ്ങനെയാണ് ശരിക്കും എങ്ങനെ വേണം? നടുവിലൂടെ എങ്ങനെ കടന്നു പോകണം. പക്ഷേ ശരിക്കും നമ്മുടെ അച്ചുതണ്ട് അങ്ങനെയാണോ? അല്ല. എങ്ങനെയാണ്? ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? ചെരിഞ്ഞാണിരിക്കുന്നത് നമ്മുടെ അച്ചുതണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രമിക്കുക. ശരിക്കും നേരെ അച്ചുതണ്ടിരിക്കണം, പക്ഷേ എങ്ങനെയാണ് അച്ചുതണ്ടിരിക്കുന്നത്? ഒന്ന് ചെരിഞ്ഞാണ് അച്ചുതണ്ടിരിക്കുന്നത് അല്ലേ? എന്തുണ്ട്? ഒരു ഡിഗ്രി അളവ് വ്യത്യാസമുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് നമ്മൾ അതിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോകുന്ന എവിടേക്കാണ്?
ഭൂമിയുടെ ഈ ഒരു എന്താ പറയുക ഭൂമിയുടെ പ്രതലത്തിനെ അഥവാ ഭൂമിയുടെ സർഫേസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രേഖകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? അക്ഷാംശ രേഖകൾ എന്ന പേരിലും രേഖാംശ രേഖകൾ എന്ന പേരിലും നമ്മൾ എർത്തിൻ്റെ സർഫേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തെല്ലാമാണ് ഈ അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അക്ഷാംശ രേഖകൾ എന്ത്, രേഖാംശ രേഖകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ഡെഫിനിഷൻ നോക്കാം, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അതിൻ്റെ മലയാളം ഡെഫിനിഷൻ എന്ന് കൂടി നമുക്ക് നോക്കാം. നോക്കൂ, ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ എർത്ത് സർഫേസ്. ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ എർത്ത് സർഫേസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് മെഷേർഡ് ഇൻ ഡിഗ്രി. ഇതാണ് എന്ത്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആംഗുലാർ ഡിസ്റ്റൻസ് ആണിത്, അതായത് അക്ഷാംശ രേഖകളുടെ ലാറ്റിറ്റ്യൂഡുകളുടെ അളവ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാമല്ലേ, നമ്മളെന്താണ് ആംഗിളിലല്ലേ പറയുന്നത്, 30 ഡിഗ്രി, 60 ഡിഗ്രി അക്ഷാംശം, 30 ഡിഗ്രി അക്ഷാംശം, 23.5 ഡിഗ്രി അക്ഷാംശം, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതെന്താണ്, അത് ഡിഗ്രി അളവാണ്, അതായത് ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. എന്താണ് ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എന്താണ്, എ പോയിൻ്റ് ഓൺ ദ എർത്ത് സർഫേസ്. എർത്തിൻ്റെ സർഫേസിലുള്ള ഒരു പോയിൻറ്റിലേക്കുള്ള എന്താണ്, ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. ഫ്രം വേർ, എവിടെ നിന്നുള്ള ആംഗുലാർ ഡിസ്റ്റൻസ്, ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. എവിടെ നിന്നാണ്, എർത്തിൻ്റെ നടുവിൽ നിന്നുള്ള എന്താ പറയുന്നത്, ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെഷേർഡ് ഇൻ ഡിഗ്രി. കണ്ടു അല്ലേ, 30 ഡിഗ്രി, 60 ഡിഗ്രി, 0 ഡിഗ്രി അല്ലേ. 0 ഡിഗ്രി എങ്ങനെയാണത്, ഇങ്ങനെ വരുമ്പോൾ എന്താണ് 0 ഡിഗ്രി, ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിളുകളാണ് അല്ലേ. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും, 60 ഡിഗ്രി അല്ലേ. അത് എത്രയാണ്, ഇതാണ് 60 ഡിഗ്രി വരുന്നത് അല്ലേ. 60 ഡിഗ്രി ഇവിടേക്ക് അല്ലേ. അതാണ് എന്താ, ഇങ്ങനെ ഉള്ള എല്ലാ പോയിന്റുകളും കൂടുമ്പോൾ 60 ഡിഗ്രി എന്ന് പറയുന്ന അക്ഷാംശം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ എർത്ത് സർഫേസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് മെഷേർഡ് ഇൻ ഡിഗ്രി. മലയാളം നോക്കൂ, എന്താണ് എന്ന് നോക്കൂ നിങ്ങൾ. അക്ഷാംശരേഖകൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, എവിടെ നിന്നാണ്, എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് എവിടേക്ക്, സർഫേസിലേക്ക്, ഭൗമോപരിതലത്തിലെ ഒരു പോയിന്റിലേക്ക്, ബിന്ദുവിലേക്ക് ഉള്ള കോണീയ അകലം, ആംഗുലാർ മെഷർമെൻറ്റ് ആണ് അക്ഷാംശം. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ, അതായത് ഈ രീതിയിൽ ആംഗുലാർ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത് അളവെടുത്തില്ലേ, അങ്ങനെ സിമിലർ ആയിട്ടുള്ള എങ്ങനെയാണ്, അത്തരത്തിൽ നോക്കുന്ന സമയത്ത്, കേന്ദ്രത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് 30 ഡിഗ്രി എന്ന അളവ് കിട്ടുന്ന കുറേ പോയിൻ്റുകൾ എന്തുണ്ട്, നമുക്ക് ഭൂമിയുടെ സർഫേസിൽ കിട്ടും അല്ലേ. ഇങ്ങനെ 30 ഡിഗ്രി എന്ന് അളന്നാൽ ഈ 30 ഡിഗ്രികളെ എല്ലാം ചേർത്ത് വരയ്ക്കുന്ന വരയാണ് ഏത്, 30 ഡിഗ്രി അക്ഷാംശരേഖ. ജനറലി പറഞ്ഞാൽ എങ്ങനെയാണ്, ഇത്തരത്തിൽ സിമിലർ ആയിട്ടുള്ള ഈ എന്താ പറയുക ഡിഗ്രി അളവുകൾ കാണിക്കുന്നവയെ ചേർത്ത് വരയ്ക്കുന്ന രേഖകളെ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകൾ നമുക്ക് ലഭിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അക്ഷാംശരേഖകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കോണീയ അളവെടുക്കുകയാണ്. ഇതെങ്ങനെ കണക്കാക്കുന്നു എന്ന് നമ്മൾ ഉടനെ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. നോക്കൂ എങ്ങനെയാണത്. ഇതാ എർത്തിൻ്റെ സെൻറ്റർ അല്ലേ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഭൂമിയുടെ ഇവിടെയാണ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുകയാണ്, എർത്തിൻ്റെ നേരെ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഇതാ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു ലൈൻ വരയ്ക്കുകയാണ്. മനസ്സിലായോ? ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഭൂമധ്യരേഖ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. എന്ത് പോകുന്നുണ്ട്, ഭൂമധ്യരേഖ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഭൂമധ്യരേഖയുടെ ഇവിടേക്ക് എന്താണ്, ഇങ്ങനെ ഒരു വരയെ നമ്മൾ സങ്കല്പിച്ചാൽ ഇതിനിടയിൽ ഒരു ആംഗിൾ ഉണ്ടാകില്ലേ. ഈ ആംഗിളാണ് ഏത്, ലാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 45 ഡിഗ്രി അക്ഷാംശം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, നമ്മൾ ഈ പോയിന്റിൽ കാണുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഈ 45 ഡിഗ്രി അളവ് വരുന്ന കുറേ ഇവിടെയും നിന്നും ഇതുപോലെ എന്താണ്, ഇതിന് തുല്യമായിട്ടുള്ള ഇങ്ങോട്ടൊരു വര വരയ്ക്കുക അല്ലേ, 45 ഡിഗ്രി ഉള്ളത്
അല്ലേ? ഇതേ അളവുള്ള 45 ഡിഗ്രി തന്നെയുള്ള ഒരളവ് ഇവിടെയും കിട്ടില്ലേ? ഇങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്തും കിട്ടില്ലേ? ഇവിടെയും കിട്ടില്ലേ? അങ്ങനെ ഈ രേഖകളെ എല്ലാം ചേർത്ത് വരച്ചാൽ അതെന്താകും? 45 ഡിഗ്രി അക്ഷാംശമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഈ വിട്ട ഭാഗത്തിനെയും ഇങ്ങനെ യോജിപ്പിച്ചാൽ 45 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്ന രേഖ കിട്ടും. ഇതേ അളവ് കുറച്ചുകൂടി താഴത്തേക്ക് ഇങ്ങോട്ടാണെങ്കിലോ ഇവിടെ ചിലപ്പോൾ 30 ഡിഗ്രി അക്ഷാംശമായിരിക്കും ഉണ്ടാവുക, അല്ലേ? ഇവിടേക്ക് നോക്കിയാൽ എന്തുണ്ടാകും? 30 ഡിഗ്രി അക്ഷാംശമായിരിക്കും. അതിങ്ങനെ 30 ഡിഗ്രി അക്ഷാംശം എങ്ങനെ പോകുന്നുണ്ടാകും? ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകും, അല്ലേ? ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകും. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുന്നത് നമ്മൾ? അക്ഷാംശ രേഖകൾ എന്നത് നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? വരച്ചിടുന്നത്. ഇങ്ങനെയുള്ള ഇത് വരുന്നതിൽ 0 ഡിഗ്രി അക്ഷാംശമാണ് ഏത്? നമ്മുടെ ഭൂമധ്യരേഖ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഭൂമിയുടെ സെൻട്രൽ കൂടെ നമ്മളിങ്ങനെ എന്താണ് ഈ കാണുന്നൊരു പ്ലെയിൻ നമ്മൾ സങ്കല്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിലൂടെ എന്താണ് ഭൂമധ്യരേഖയിലേക്ക് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഭൂമിയെ കൃത്യമായി നടുവിലൂടെ ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഭൂമധ്യരേഖയുടെ ഈ ലൈനും പ്ലെയിനും എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ വടക്കോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വടക്കോട്ടുള്ള ലാറ്റിറ്റ്യൂഡിൽ കിട്ടും. ഇതേപോലെ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലോ തെക്കോട്ട് സൗത്തിലേക്ക്, അല്ലേ? അപ്പോൾ മുകളിലേക്ക് നോർത്തേൺ ലാറ്റിറ്റ്യൂഡുകളും താഴത്തേക്ക് സതേൺ ലാറ്റിറ്റ്യൂഡുകളും നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലാറ്റിറ്റ്യൂഡുകൾ. ലോഞ്ചിറ്റ്യൂഡിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഉടനെ തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇനി അക്ഷാംശ രേഖകളുടെ പ്രത്യേകതകൾ നോക്കൂ. ഇവയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? പാരലൽസ്. എന്താണ് ഈ ലാറ്റിറ്റ്യൂഡുകളുടെ മറ്റൊരു പേരെന്താണ്? പാരലൽസ് അഥവാ ഹൊറിസോണ്ടൽ ലൈൻസ് എന്നതാണ്. സമാന്തര രേഖകൾ എന്ന് നമ്മൾ പറയും, അല്ലേ? എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക? സമാന്തര രേഖകൾ എന്ന് പറയും. കാരണം എന്താണ്? ഇവ അങ്ങനെയാണ് ഇവ പോകുന്നത്, സമാന്തരമായിട്ടാണ് ഇവ പോയിക്കൊണ്ടേയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 0 ഡിഗ്രിയിൽ തുടങ്ങിയിട്ട് 90 ഡിഗ്രി വരെ നീളുന്ന 0 ഡിഗ്രി ഇക്വേറ്റർ ഭൂമധ്യരേഖയുടെ അവിടെ 0 ഡിഗ്രിയിൽ കിടക്കുന്ന എങ്ങനെയാണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായല്ലോ? ഇങ്ങനെയല്ലേ ആംഗുലർ ഡിസ്റ്റൻസ് എടുക്കുക? 30 ഡിഗ്രി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഈ ആംഗുലർ ഡിസ്റ്റൻസ് ആണ് 30 ഡിഗ്രി, അല്ലേ? 60 ഡിഗ്രി എന്ന് പറഞ്ഞാലോ ഈ 60 ഡിഗ്രി. അപ്പം പോൾസിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അളവ് വരിക? ഇങ്ങനെ നോക്കുമ്പോൾ 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ടാണ് പോൾസിൽ 90 ഡിഗ്രിയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് 90 ഡിഗ്രി പോൾസിൽ വരുന്നതെന്ന്? ഇതൊക്കെ എന്താണ്? നോർത്താണ്. 30 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി നോർത്ത്. ഇനി ഭൂമധ്യരേഖയിൽ നിന്നും ഈ ഭൂമധ്യരേഖ ഇക്വേറ്റർ ആണെന്ത്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അല്ലേ? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അഥവാ ഇക്വേറ്റർ എന്താണ് ചെയ്യുന്നത്? ഭൂമിയെ രണ്ട് ഈക്വലായിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. മുകളിലെ ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴത്തെ ഭാഗമോ സതേൺ ഹെമിസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ദക്ഷിണാർദ്ധഗോളവും താഴെ എന്താണ്? ദക്ഷിണാർദ്ധഗോളവും മുകളിൽ എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളവും. മനസ്സിലാകുന്നുണ്ടോ? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം ഇക്വേറ്ററിന് വടക്ക് വശത്തേക്ക് മുകളിലേക്ക്, ദക്ഷിണാർദ്ധഗോളം അഥവാ സതേൺ ഹെമിസ്ഫിയർ ഇക്വേറ്ററിൻ്റെ താഴത്തേക്ക് തെക്ക് വശത്തേക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് എന്ത് കിടക്കുന്നത്? ഇക്വേറ്ററും 2 ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളും അവയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള നോർത്തേൺ ലാറ്റിറ്റ്യൂഡുകളും സതേൺ ലാറ്റിറ്റ്യൂഡുകളും, ഉത്തരാർദ്ധഗോളത്തിലുള്ള അക്ഷാംശരേഖകളും ദക്ഷിണാർദ്ധഗോളത്തിലുള്ള അക്ഷാംശരേഖകളും കിടക്കുന്നത്. ഇനി ഇവ ഓരോന്നും എന്ത് ഷേപ്പിലാണ്? ഇവയെല്ലാം സർക്കുലാർ ഷേപ്പിലാണ്. ഇവയെല്ലാം എങ്ങനെയാണ്? ഇവയെല്ലാം സർക്കുലാർ ഷേപ്പ് അഥവാ വൃത്താകൃതിയിലാണ്. ഇവയെല്ലാം എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ്. കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതാ ഈ വര എങ്ങനെയാണ്? ഇങ്ങനെ പോയിട്ട് ചുറ്റി വരും, അടുത്ത വര ചുറ്റി വരും. ഇങ്ങനെ പോളുകളിൽ ഇതെന്തായി മാറും? ഈ വൃത്തങ്ങളുടെയൊക്കെ റേഡിയസ് നിങ്ങൾ നോക്കൂ, ചെറുതായി വരികയല്ലേ? അങ്ങനെ പോയിട്ട് പോളിൻ്റെ അറ്റത്ത് ഇതെന്തായി മാറും? ഇതൊരു പോയിൻ്റായിട്ട് മാറും. എന്തായിട്ട് മാറും? ഒരു പോയിൻ്റായിട്ട് മാറും. അപ്പോൾ പോൾസിൽ എന്താ പറയുന്നത്? പോൾസിൽ ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശരേഖ എന്താണ്? അത് ജസ്റ്റ് ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ എന്താണ്? അത് ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് മാറുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇക്വേറ്റർ മുതൽ പോളുകൾ വരെ, ഇക്വേറ്റർ ടു എ പോയിൻ്റ് അറ്റ് ദ പോൾസ്, അല്ലെ? ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിട്ടുള്ള ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് മുതൽ പോൾസിൽ വെറും ഒരു പോയിൻ്റായിട്ട് മാറുന്നത് വരെയാണ് എന്ത് കിടക്കുന്നത്? അക്ഷാംശരേഖകൾ കിടക്കുന്നത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ ആണോ? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ എവിടേക്ക് പോവുകയാണ്? രേഖാംശ രേഖകളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ
പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡുകളെക്കുറിച്ച് പഠിക്കുകയാണ്. ഒന്നാമത്തെ എന്താണ്, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. എന്താണ്, ഇക്വേറ്റർ മുതൽ എന്താണ് 90 ഡിഗ്രി വരെ ലാറ്റിറ്റ്യൂഡുകളുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. പോൾസിലുള്ള 90 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡുകൾ. ഈ ഓരോ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുകളുടെയും ഇടയിലുള്ള ഏതാണ്ട് ദൂരം എത്രയെന്ന ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. അതെത്രയാണ്? 111 കിലോമീറ്ററാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 90 ഡിഗ്രികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവയെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് അല്ലേ. ഓരോരോ ലൈനുകൾ ഇങ്ങനെ കിടക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ ലാറ്റിറ്റ്യൂഡുകൾ ഇങ്ങനെ കിടക്കുന്നില്ലേ, കുറേ കിടക്കുന്നില്ലേ. ഇതിൽ ഓരോ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതായത് 0 ഡിഗ്രി മുതൽ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അങ്ങനെ 90 ഡിഗ്രി എത്തുന്നത്. ഈ ഓരോ ഡിഗ്രികളുടെയും ഇടയിൽ, അതായത് ഇപ്പം 1 ഡിഗ്രി വരച്ചു, അതിന് മുകളിൽ അടുത്ത ഡിഗ്രി വരച്ചാൽ ഈ 2 ലാറ്റിറ്റ്യൂഡുകളുടെ ഇടയിലുള്ള ഭൂമിയുടെ സർഫേസിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് എത്രയാണ്? 111 കിലോമീറ്ററാണ് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായോ? ഇനി 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി അക്ഷാംശം, 0 ഡിഗ്രി അക്ഷാംശം എന്നതിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഏതാണ്? അത് ഭൂമധ്യരേഖയാണ്. അതേതാണ്? ഭൂമധ്യരേഖയാണ്. പ്രധാനപ്പെട്ട ചില ലാറ്റിറ്റ്യൂഡുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്നത്, നമ്മൾ ഇവിടെയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഭൂമി ഇങ്ങനെ നേരെ നിൽക്കുന്ന പോലെയാണ്. പക്ഷേ ശരിക്കും ഇങ്ങനെയാണോ? അങ്ങനെയല്ല. എന്തുണ്ട്? ഒരു 23.5 ഡിഗ്രി ചെരിവ് അല്ലേ. ലംബവുമായി നോക്കുമ്പോൾ, പെർപെൻഡിക്കുലറായിട്ട് നോക്കുമ്പോൾ 23.5 ഡിഗ്രി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭൂമി കറങ്ങുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റൽ പ്ലെയിനുമായി നോക്കുന്ന സമയത്ത് എത്രയാണ്? 66.5 ഡിഗ്രി അല്ലേ. 66.5 ഡിഗ്രിയുള്ള ചെരിവിലാണ് നമ്മൾ എന്ത് നിൽക്കുന്നത്? ഈ ഒരു അച്ചുതണ്ട്, സാങ്കല്പിക അച്ചുതണ്ട് കിടക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴേ നമ്മൾ അത് എടുക്കുള്ളൂ? നമ്മളത് എപ്പോഴേ എടുക്കുള്ളൂ? അത് സീസണുകളും മറ്റും പഠിക്കേണ്ട സമയത്താണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, അങ്ങനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇതേ ചെരിവ് എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഈ ഒരു സൂര്യൻ്റെ ഉത്തരായന ദക്ഷിണായന ചലനങ്ങളിലേക്ക്. സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരായന ദക്ഷിണായന ചലനങ്ങൾ നടത്തും. അതായത് നമ്മളുടെ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ സൂര്യൻ എന്ത് ചെയ്യും? ഒരു സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം എന്താണ്? സൂര്യൻ സഞ്ചരിക്കുകയാണോ? അല്ല. ഭൂമിയുടെ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു അച്ചുതണ്ടിൻ്റെ ചെരിവ് കാരണമാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയും എന്ത് ചെയ്യും? സഞ്ചരിക്കും. അതായത് ഉത്തരായനം ദക്ഷിണായനം എന്നാണ് സൂര്യൻ്റെ ഈ ഒരു എന്തിനെ സഞ്ചരിക്കും? അപ്പാരൻ്റ് മൂവ്മെൻറ്റ്. എന്താണ്? അപ്പാരൻ്റ് മൂവ്മെൻ്റ് ആണ്. സൂര്യൻ സഞ്ചരിക്കുന്ന പോലെ തോന്നുകയാണ്. സൂര്യൻ എവിടം വരെ പോവും? ഇവിടം വരെ മാക്സിമം പോവുള്ളൂ. അതായത് ഇവിടം വരെയുള്ള ആളുകളുടെ എന്ത് ചെയ്യും? തലയുടെ നേരെ മുകളിലേക്ക് സൂര്യൻ എത്തുന്നത് പോലെ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ നേരെ മുകളിലേക്കും സൂര്യൻ എത്തുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ 2 രേഖകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായനം അയനം എന്ന് വെച്ചാൽ എന്താണ്? സഞ്ചാരം. ഉത്തര ദിക്കെന്ന് വെച്ചാൽ വടക്ക് ദിക്ക്. അപ്പോൾ വടക്കോട്ട് സഞ്ചരിച്ചിട്ട് എത്തുന്ന ആ ഒരു രേഖയാണ് ഉത്തരായന രേഖ. തെക്കോട്ട് ദക്ഷിണ ദിക്കിലേക്ക് സഞ്ചരിച്ചിട്ട് എത്തുന്ന രേഖയാണ്, അയനം ചെയ്തെത്തുന്ന രേഖയാണ് ദക്ഷിണായന രേഖ. അർത്ഥം മനസ്സിലായോ? ഓർത്ത് വയ്ക്കാൻ ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്തരായന രേഖയാണ് 23.5 ഡിഗ്രിയിലുള്ള വടക്ക് നോർത്തുള്ള ഈ രേഖ. മനസ്സിലായോ? ഇനി അതുപോലെ തെക്ക് വശത്തേക്കോ? അത് ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറുമുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണുമുണ്ട്, ഉത്തരായന രേഖയുമുണ്ട്, ദക്ഷിണായന രേഖയുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറക്കില്ലല്ലോ എന്തെല്ലാമാണ് ഈ രേഖകളെന്ന്. ഇക്വേറ്റർ ഉണ്ട്, മുകളിലോട്ട് ഉത്തരായനം നടത്തി സൂര്യൻ പോയിട്ട് എന്താ പറയുക, സ്ട്രെയിറ്റ് എബവ് ദ ഹെഡ് വരുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ. അതിന് നേരെ താഴെയത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ. ഇനി അതിന് മുകളിൽ എന്തുണ്ട്? 66.5 ഡിഗ്രി നോർത്തിൽ കിടക്കുന്ന ആർട്ടിക് സർക്കിൾ ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്താണ്? ആർട്ടിക് ഓഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കറക്റ്റായിട്ട്. അതായത് എന്ത് ചെയ്യുക? ഈ ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്തിൽ കിടക്കുന്നുണ്ട്. അതുപോലെ താഴെ ആരാണ്? സൗത്ത് പോളിനടുത്തായിട്ട് അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്, 66.5 ഡിഗ്രി സൗത്ത്. അപ്പോൾ ആർട്ടിക് അക്ഷാംശവും അന്റാർട്ടിക് വൃത്തവും, ആർട്ടിക് സർക്കിള് അന്റാർട്ടിക് സർക്കിള്. മനസ്സിലായോ? ഇവ രണ്ടും 66.5 ഡിഗ്രി നോർത്തും 66.5 ഡിഗ്രി സൗത്തിലുമായിട്ട് എന്ത് ചെയ്യുന്നു? കിടക്കുന്നു എന്ന് ആലോചിക്കുക. പോൾസിൽ എത്രയാണ്? അത് 90 ഡിഗ്രിയാണ്. പോൾസിൽ 90 ഡിഗ്രി നോർത്തും സൗത്തും എന്തായി അറിയപ്പെടുന്നു? പോൾസ് അഥവാ ധ്രുവങ്ങളായിട്ട് അറിയപ്പെടുന്നു.
മനസ്സിലായോ? അപ്പോൾ ഇക്വേറ്റർ മുതൽ തുടങ്ങിയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോയി, ആർട്ടിക് സർക്കിളിലേക്ക് പോയി, നോർത്ത് പോളിലേക്കും, ഇക്വേറ്ററിൽ നിന്ന് തുടങ്ങി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോയി, അന്റാർട്ടിക് സർക്കിളിലേക്ക് പോയി, സൗത്ത് പോളിലും എത്തുന്ന രീതിയിൽ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ നീളുന്ന അക്ഷാംശ രേഖകൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എവിടേക്ക് കിടക്കുകയാണ്? ഇനി നമ്മൾ രേഖാംശ രേഖകളിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, അക്ഷാംശ രേഖകളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ചിത്രം കൊടുത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. 0 ഡിഗ്രി ഭൂമധ്യരേഖ. ഇവിടെ എന്താണ്, നമ്മളുടെ അച്ചുതണ്ടിൽ പോലെ ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയിൽ എന്താണ്, സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ മുഴുവൻ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് എവിടം വരെ എത്തും? നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉത്തരായന രേഖ. ഇതാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ എന്ത് ചെയ്യും? ഒരു സമയത്ത് സൂര്യൻ അതിന് നേരെ മുകളിൽ വരുന്ന പോലെ തോന്നും. അപ്പോൾ നോക്കൂ, ഭൂമധ്യരേഖ എന്താണ്? ഭൂമധ്യരേഖയുടെ സൂര്യൻ എന്താണ്? ചെരിഞ്ഞാണ് പതിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഭൂമി നേരെ സൂര്യൻ്റെ ഇപ്പുറത്തേക്ക് വരും. അതായത് കറങ്ങി സൂര്യൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യും? ഇവിടെ നിൽക്കുന്ന പോലെ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് എന്ത് ചെയ്യും? നേരെ നമ്മളെ താഴത്തെ ദക്ഷിണായന രേഖയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യന് നേരെയായിട്ട് നമുക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും അപ്പം എന്താണ്? ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് നിന്ന് കറങ്ങിയിട്ട് സൂര്യൻ്റെ മറുവശത്തേക്ക് എത്തുന്നത്. പക്ഷെ നമ്മുടെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും? താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് എന്ത് തോന്നും? സൂര്യൻ ഇവിടെയുണ്ട്, പിന്നെ ഭൂമി ഇങ്ങനെ കറങ്ങി അപ്പുറത്തേക്ക് പോയിട്ട് അപ്പുറത്തേക്ക് എത്തുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യും? ഭൂമിയുടെ ഈ വശത്താകും. അതായത് ഇതുപോലെ അല്ലേ? സൂര്യൻ എവിടെ എത്തും? ഭൂമിയുടെ ഇപ്പുറത്തേക്ക് എന്ന് തോന്നും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും? സൂര്യൻ ഇവിടെയുണ്ട്, പിന്നീട് സൂര്യൻ താഴത്തേക്കെത്തി, പിന്നെ താഴത്തേക്കെത്തി ഭൂമധ്യരേഖ കടന്നു, എന്നിട്ട് എന്ത് ചെയ്തു? പോയിട്ട് എത്തിയതാ ഈ രേഖയുടെ മുകളിലേക്ക് എത്തിയെന്ന് ആളുകൾക്ക് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം താഴെ നിൽക്കുന്ന ആൾക്ക് എന്ത് തോന്നും? സൂര്യൻ ഇവിടെ നിന്ന് സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എത്തുന്നു എന്നാണ് എന്ത് ചെയ്യുക? ആളുകൾക്ക് തോന്നുക. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾക്ക്. ഇതിനെയാണ് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? ഉത്തരദിക്കിലേക്ക് തന്നെ എന്ത് ചെയ്യും? നമ്മളുടെ ഭൂമധ്യരേഖയെ കടന്ന് പോവും. ഇതാണെന്ത്? ഭൂമധ്യരേഖ എന്ന് പറഞ്ഞ് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉത്തരായന രേഖ ഇതാണ്, ദക്ഷിണായന രേഖ ഇതാണ്. ഈ രേഖകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കുക. ഇവയാണ് അക്ഷാംശ രേഖകൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നവ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ രേഖാംശ രേഖകളിലേക്ക് പോവുകയാണ്. എന്താണ് രേഖാംശ രേഖകൾ? ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇവ വരയ്ക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ രേഖകളുണ്ട്. ഇവയാണ് രേഖാംശ രേഖകൾ. അഥവാ എന്താണ്? ഉടനെ നമുക്ക് കാണാം. അക്ഷാംശ രേഖകൾക്ക് നേരത്തെ നമ്മൾ കണ്ടില്ലേ? അക്ഷാംശ രേഖകൾ നമ്മൾ വരച്ചിരുന്നില്ലേ? ഇവയ്ക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണവ. ഏത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് ലാറ്റിറ്റ്യൂഡുകൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ? അവയ്ക്ക് ലംബമായിട്ടാണ് 90 ഡിഗ്രിയിൽ ഇവയെ കട്ട് ചെയ്യുന്നവയാണ് ഏത്? ലോഞ്ചിറ്റ്യൂഡുകൾ. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ അഥവാ രേഖാംശ രേഖകൾ എടുക്കുകയാണെങ്കിൽ അവ ലാറ്റിറ്റ്യൂഡുകൾ അഥവാ അക്ഷാംശ രേഖകളെ എങ്ങനെ കട്ട് ചെയ്യുന്നു? ലംബമായി കട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ലംബമായി വരച്ചിട്ടുള്ളവ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾക്ക്, ലാറ്റിറ്റ്യൂഡുകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകൾ. ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ ഭൂമിയുടെ സർഫേസിൽ അവ എങ്ങനെയാണ്? അവ വക്രരേഖകളായിട്ടാണ് കാണുക. ഇനി ഇവയ്ക്ക്, അതായത് ഏതെങ്കിലും ഒരു ലൈനെ നമ്മളിപ്പോൾ ഭൂമിയെ എടുത്ത സമയത്ത് അക്ഷാംശ രേഖകളെക്കുറിച്ച് പഠിച്ചപ്പോൾ ക്ഷമിക്കണം 0 ഡിഗ്രി അക്ഷാംശമായിട്ടുള്ള ഭൂമധ്യരേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ ബാക്കിയെല്ലാം വടക്കോട്ടും തെക്കോട്ടും നമ്മൾ വരച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു രേഖ വേണ്ടേ അടിസ്ഥാനമായിട്ടെടുക്കാൻ? ഇതുപോലത്തെ ലോഞ്ചിറ്റ്യൂഡുകളെ അഥവാ രേഖാംശ രേഖകളെ. അങ്ങനെ നമ്മൾ അടിസ്ഥാനമായി എടുക്കുന്ന ഒരു രേഖയാണ് മാനകരേഖാംശം. ഏതാണ്? മാനകരേഖാംശം. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഉടനെ തന്നെ കാണുന്നതായിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കൂ എങ്ങനെയാണ് അവയെക്കുറിച്ച് വരുന്നത് എന്ന്. ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകളാണ് ഇത് ഈ രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡുകൾ എന്ന് വിളിക്കുന്നത്. അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട്, അക്ഷാംശ രേഖകളെ ലംബമായിട്ട് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്തുള്ളത്? നമുക്ക് ഇവയെ കാണാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ?
എന്ത് പറഞ്ഞിരുന്നു? ഭൂമധ്യരേഖ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സതേൺ ഹെമിസ്ഫിയർ എന്നും 2 അർദ്ധഗോളങ്ങളായിട്ട് ഭൂമിയെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ടുള്ള ഭൂമധ്യരേഖ കട്ട് ചെയ്യുന്നുവെന്നും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മാനകരേഖാംശം അഥവാ ഈ മാനകരേഖാംശത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രൈം മെറിഡിയൻ എന്ന് പറയും. എന്താ പറയുന്നത്? പ്രൈം മെറിഡിയൻ. മനസ്സിലാവട്ടെ. മെറിഡിയൻസ് എന്നുകൂടി ലോഞ്ചിറ്റ്യൂഡുകൾ അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെ ലാറ്റിറ്റ്യൂഡുകൾ പാരലൽസ് എന്നറിയപ്പെട്ടതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡുകൾ മെറീഡിയൻസ് എന്ന പേരിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള മെറിഡിയനാണ് 0 ഡിഗ്രി മെറിഡിയൻ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ പ്രൈം മെറിഡിയൻ. അതിനെ മലയാളത്തിൽ എന്ത് പേരിൽ വിളിക്കുന്നു? മാനകരേഖാംശം എന്ന പേരിൽ വിളിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ എവിടേക്ക് പോവുകയാണ്? ലോഞ്ചിറ്റ്യൂഡുകൾ അഥവാ മെറിഡിയൻസിൻ്റെ പ്രധാന സവിശേഷതകളും ഡെഫിനിഷനും നമ്മൾ നോക്കുകയാണ്. മലയാളത്തിലുള്ള ഡെഫിനിഷൻ ഓൾറെഡി കണ്ടു. ഇനി നോക്കൂ. ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ എർത്ത് സർഫേസ് എലോങ് ദ ഇക്വേറ്റർ ഈസ്റ്റ് ടു വെസ്റ്റ് ഫ്രം ദ പ്രൈം മെറിഡിയൻ. അതായത് നോക്കൂ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. പ്രൈം മെറിഡിയൻ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? ഇവിടെയാണ് പ്രൈം മെറിഡിയൻ അഥവാ മാനകരേഖാംശം കിടക്കുന്നത് അല്ലേ? ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുക നിങ്ങൾക്കറിയാം അല്ലേ? ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുക. ലണ്ടനിലടുത്തുള്ള ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററി ഉണ്ട് അല്ലേ? ഒരു പ്രധാനപ്പെട്ട ഇടമുണ്ട്. അവിടെ കൂടെ കടന്നു പോകുന്ന ഈ ഒരു പ്രൈം മെറിഡിയൻ അഥവാ മാനകരേഖാംശം ഉണ്ട്. ഇവിടെ നിന്നും എന്ത് ചെയ്യുകയാണ്? ആംഗുലാർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് എടുക്കുകയാണ് ഭൂമിയുടെ സർഫേസിലേക്കുള്ള ഒരു പോയിന്റിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ആംഗുലാർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എലോങ് ദ ഇക്വേറ്റർ. എലോങ് ദ ഇക്വേറ്റർ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇക്വേറ്ററിലൂടെ എന്ത് ചെയ്യുകയാണ്? ഈ അളവെടുക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു അളവെടുക്കുന്ന സമയത്ത് ആ പോയിന്റിലേക്കുള്ള ദൂരം എന്ത് ചെയ്യുകയാണ്? നമുക്ക് ലഭ്യമാകും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോഞ്ചിറ്റ്യൂഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു അളവെടുക്കലിനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ അളക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ഥലത്തേക്ക് പോയാൽ മതി. നോക്കൂ, ഇതാണ് ഏത്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ഈ വരെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന പ്രൈം മെറിഡിയൻ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഇവിടേക്കുള്ള പോയിൻ്റാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇവിടേക്കുള്ള പോയിൻ്റാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാണ് പോയിൻ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ പോയിൻ്റ് കണ്ടെത്താൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൈം മെറിഡിയനിൽ നിന്ന് ഈ പോയിന്റിലൂടെ എന്ത് വരയ്ക്കാൻ നമുക്കൊരു ഈ പോയിന്റിലേക്കല്ലേ നമ്മൾ അളവെടുക്കേണ്ടത്? അവിടേക്കുള്ള അളവ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന ഈ രേഖയിലേക്കുള്ള അളവെടുക്കാം അല്ലേ? ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ സെൻട്രലിൽ നിന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഈ ഒരു അളവാണ് ഏത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന രീതിയിലുള്ള ആംഗുലാർ ആയിട്ടുള്ള അളവ് എന്ന രീതിയിൽ വരിക. ലാറ്റിറ്റ്യൂഡിൻ്റെ അളവ് ഈ ആംഗുലാർ അളവാണ് എന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൻ്റെ അളവ് എങ്ങനെയാണ്? ഈ ഒരു ആംഗുലാർ ആയിട്ടുള്ള അളവുകളാണ്. ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്തിനെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ആ പോയിൻ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും പോകും, ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെയും പോകും. ഈ 2 കോണളവുകളും കൂട്ടിച്ചേരുന്ന ഭാഗം എന്ന രീതിയിൽ നമുക്ക് സർഫേസിലെ ഒരു പോയിൻറ്റിനെ പിൻ പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഈ അളവ് കിടക്കുന്നത്. സർഫേസിൽ നമ്മൾ വരകളായി മാത്രം കാണുന്ന ആ വരകളെ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, കൃത്യമായി അളവെടുക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ആംഗുലാർ അളവുകൾ വരുന്നത്. ഈ പ്രൈം മെറിഡിയനിൽ നിന്നുള്ള ആംഗുലാർ അളവ് ഭൂമധ്യരേഖയുടെ എലോങ് ദ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്നുകൊണ്ട് ഇങ്ങനെ ഒരു വരയെ സർഫേസിൽ കാണുള്ളൂ. പക്ഷേ ഈ വരയിലേക്കുള്ള ഈ ആംഗുലാർ എന്ന് പറയുന്ന ഈ അളവെടുത്ത് നമ്മളെങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് അളവെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓരോ അക്ഷാംശരേഖയും രേഖാംശരേഖയും കാണുമ്പോഴും എങ്ങനെയാണ് അവയുടെ അളവ് വന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അക്ഷാംശരേഖകൾ എങ്ങനെയാണ്? സർക്കുലാർ ഷേപ്പാണെന്ന് പറഞ്ഞു. ഇവിടെയോ ഇവ സെമി സർക്കിളുകളാണ്, അർദ്ധവൃത്തങ്ങളാണ്. ഇവിടെ നിന്ന് നോർത്ത് ഒരു പോളിൽ നിന്ന് തുടങ്ങി മറ്റേ പോളിലേക്ക് വന്ന് അവസാനിക്കുന്ന ആകൃതിയിലുള്ള സെമി സർക്കുലർ ഷേപ്പിലാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അക്ഷാംശരേഖകൾ എങ്ങനെയാണ്? അവ കംപ്ലീറ്റ് സർക്കിളാണ്. പക്ഷേ രേഖാംശരേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡുകൾ എങ്ങനെയാണ്? സെമി സർക്കുലർ ഷേപ്പുകളാണ്.
ഒപ്പം തന്നെ എങ്ങനെയാണ് ഇവ പെർപെൻഡിക്കുലർ ടു ദ ഇക്വേറ്റർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇക്വേറ്ററിനെ ഇവ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇവ 90 ഡിഗ്രിയിലാണ് ഇവ ഓരോന്നും ഇക്വേറ്ററിനെ കട്ട് ചെയ്യുന്നത് അല്ലേ. സോ പെർപെൻഡിക്കുലർ ടു ദി ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന് മാത്രമാണോ? നമ്മളുടെ അക്ഷാംശ രേഖകളെയെല്ലാം 90 ഡിഗ്രിയിലാണ് ആര് കട്ട് ചെയ്യുന്നത്? ഇവ കട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. നമ്മളുടെ മലയാളത്തിലുള്ള ഡെഫിനേഷനിൽ നമ്മൾ കണ്ടിരുന്നു, അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് വരച്ചിട്ടുള്ള വക്രരേഖകളാണ് ഏത്? രേഖാംശ രേഖകൾ എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതെന്ത് ചെയ്യുക? പ്രത്യേകം ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പോളിൽ നിന്ന് മറ്റൊരു പോളിലേക്കാണ് എന്ത് വരയ്ക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡുകളെ നമ്മൾ വരയ്ക്കുന്നത് എന്നും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡുകളുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉറച്ചാലേ നമുക്ക് എങ്ങോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. സീസണുകൾ എങ്ങനെയുണ്ടാകുന്നു, ഒരു ദിവസത്തിൽ രാവും പകലും എങ്ങനെയുണ്ടാകുന്നു, ടൈം സോണുകൾ എങ്ങനെയുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇനി പ്രൈം മെറിഡിയൻ അഥവാ മാനക രേഖാംശത്തെക്കുറിച്ച് നോക്കുക. ഇതെങ്ങനെയാണ്? ഈ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്. അതെവിടെയാണ്? ലണ്ടൻ അടുത്തുള്ള ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഗ്രീൻവിച്ചിലൂടെയാണ്, ലണ്ടനിലെ ഗ്രീൻവിച്ചിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഈ രേഖ കടന്നു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ബ്രിട്ടൻ്റെ ഒരു സുപ്രീമസിയൊക്കെയാണ് ആ ഒരു എന്താ പറയുക പോയിന്റിലൂടെയുള്ള രേഖ തന്നെ അത് എങ്ങനെ എടുക്കാൻ? പ്രൈം മെറിഡിയനായിട്ട് എടുക്കാൻ എന്നാണ് പറയുന്നത്. അതായത് ഭൂമധ്യരേഖയിൽ തർക്കമൊന്നുമില്ല അല്ലേ. ഭൂമിയെ രണ്ടായി പിളർന്നു പോകുന്ന രേഖ എന്നത് ഒറ്റ രേഖയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈം മെറിഡിയൻ എവിടെ വേണമെങ്കിലും എടുക്കാമായിരുന്നു അല്ലേ. എവിടെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അന്ന് ബ്രിട്ടനായിരുന്നു വലിയ ആൾ, അതുകൊണ്ട് ഇവിടെ വന്നു എന്നാണ് പലരും പറയാറുള്ളത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ചിലപ്പോൾ അമേരിക്കയിലൂടെ പോകേണ്ടി വന്നേനെ, ചിലപ്പോൾ ചൈനയിലൂടെ കുറേ കാലം കഴിഞ്ഞാൽ പോകും, ചിലപ്പോൾ ഇന്ത്യയാണ് പവറെങ്കിൽ ഇന്ത്യയിലൂടെ പോകേണ്ടി വരും, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലനിൽക്കുന്ന ഗ്രീൻവിച്ചിലൂടെ, ലണ്ടനിലെ ഗ്രീൻവിച്ചിലൂടെ പോകുന്ന ഈ പ്രൈം മെറിഡിയൻ്റെ പേര് ഗ്രീൻവിച്ച് ലൈൻ എന്നുകൂടിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഗ്രീൻവിച്ച് ലൈൻ എന്നുകൂടി ഇതറിയപ്പെടുന്നു. ഇനി എങ്ങനെയാണ് ഈ പ്രൈം മെറിഡിയനിൽ നിന്ന് നമുക്ക് മൊത്തം എങ്ങനെയാണ് ഇങ്ങോട്ട് അല്ലേ, ഈസ്റ്റിലോട്ടും പോകാം, അതുപോലെ തന്നെ എങ്ങോട്ട് പോകാം? വെസ്റ്റിലോട്ടും പോകാം അളന്നിട്ട് അല്ലേ. അപ്പോൾ മൊത്തം ഒരു സർക്കിൾ അടിക്കാം. അപ്പോൾ മൊത്തത്തിൽ എത്രയുണ്ട്? 360 ഡിഗ്രി മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ വരകൾ വരച്ച് സ്ഫിയറിൻ്റെ ചുറ്റും പോകാം അല്ലേ. 0 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങനെ പോയാൽ ഈ മൊത്തം ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? ഈ വരകൾ ഇങ്ങനെ പോവാം. അപ്പോൾ മൊത്തം കറങ്ങാൻ 360 ഡിഗ്രി. അപ്പോൾ ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കും വെസ്റ്റേൺ ഡയറക്ഷനിലേക്കുള്ള അളവെടുത്താൽ ഈക്വലായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ടിൽ 180 ഡിഗ്രി വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് വേർഡ്സ്. അതായത് നമ്മളുടെ ലോഞ്ചിറ്റ്യൂഡിനുകളുടെ അളവുകൾ ഓരോ സ്ഥലത്തും പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയും ഇതാ 45 ഡിഗ്രി ഈസ്റ്റാണ് എന്ന് നമ്മൾ പറയും. അതിനർത്ഥം എന്താണ്? പ്രൈം മെറിഡിയൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും 45 ഡിഗ്രി ഈസ്റ്റിലൂടെ പോകുന്ന ഒരു എന്താ പറയുക രേഖാംശ രേഖ അഥവാ ലോഞ്ചിറ്റ്യൂഡിലാണ് ആ സ്ഥലം കിടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതിനുശേഷം എന്ത് ചെയ്യും? അക്ഷാംശ രേഖ എത്രയാണെന്ന് അവർ പറയും. ഇത് രണ്ടും പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നിങ്ങോട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ പറയുകയാണ് 29 ഡിഗ്രി എന്താണ്? നോർത്താണ് എന്ന് പറയുകയാണ്. അപ്പോൾ 29 ഡിഗ്രി നോർത്ത് അക്ഷാംശവും 45 ഡിഗ്രി ഈസ്റ്റ് രേഖാംശവുമുള്ള ആ പോയിന്റിനെ നമുക്ക് പിൻ പോയിന്റ് ചെയ്തെടുക്കാം. മനസ്സിലായോ? കൃത്യമായി മനസ്സിലാക്കുക. ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വെസ്റ്റ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? 45 ഡിഗ്രി എന്തായിരിക്കും? 45 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ്? അത് വെസ്റ്റേൺ ഡയറക്ഷനിലേക്ക് പോകുന്ന എന്താണ്? നമ്മളുടെ രേഖാംശ രേഖയാണ് അഥവാ മെറീഡിയനാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ പോയി ക്ഷമിക്കണം, ഇരു ഡയറക്ഷനിലേക്കും പോയിട്ട് 180 ഡിഗ്രി എടുത്താൽ എവിടെയാകും? നമ്മളുടെ ഈ ഒരു ഗ്രീൻവിച്ച് ലൈൻ അഥവാ പ്രൈം മെറിഡിയൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ രേഖയാവും അല്ലേ. നേരെ ഓപ്പോസിറ്റുള്ള ഈ പോയിന്റുകളെയാണ് ആൻറ്റിപോഡൽ പോയിന്റുകൾ എന്ന് വിളിക്കാറുള്ളത്. ആൻറ്റിപോഡൽ പോയിന്റുകൾ. അതിപ്പോൾ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു വര ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്പിയർ എടുത്തു, എന്നിട്ട് വര വരച്ചു. ഈ വരച്ച വരയുടെ ഈ പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്കുള്ള പോയിൻ്റാണ് ഏത്? അതിൻ്റെ ആൻറ്റിപോഡൽ പോയിൻ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പോയിൻറ്റിനെയും അതിൻ്റെ ആൻറ്റിപോഡൽ പോയിൻ്റ് അപ്പുറത്തെ പോയിൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്താൽ, ഭൂമിയുടെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്താൽ അതെന്തായിരിക്കും? അത് എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ഉള്ളിൽ കൂടെ പോകുന്ന കൃത്യമായിട്ടുള്ള അതിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ വ്യാസമായിരിക്കും, അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഡയമീറ്റർ ആയിട്ട് മാറും. അങ്ങനെയാണ് ആൻറ്റിപോഡൽ പോയിൻറ്റ്സുകളെ നമ്മൾ കണക്കാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ആൻറ്റിപോഡൽ പോയിൻറ്റുകളെ
കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനിനെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയും. അപ്പോൾ 180 ഡിഗ്രി മെറിഡിയൻ്റെ പേരെന്ത്? അതായത് പ്രൈം മെറിഡിയനിൽ നിന്നും 180 ഡിഗ്രി ഈസ്റ്റിലേക്ക് ഇങ്ങനെ പോയാൽ, അല്ലെങ്കിൽ 180 ഡിഗ്രി ഇങ്ങനെ വെസ്റ്റിലേക്ക് പോയാൽ ഈ പ്രൈം മെറിഡിയൻ വരച്ച് അതുപോലെ അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഒരു ലൈൻ കിട്ടും. ആ ലൈനിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ടൈം സോണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കിടക്കുന്നത്? മെറിഡിയനുകൾ കിടക്കുന്നതിലെ പ്രൈം മെറിഡിയൻ കിടക്കുന്നത്, ഗ്രീൻവിച്ച് ലൈൻ കിടക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരു പോയിൻ്റ് എങ്ങനെയാണ് പിൻ പോയിൻ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ? അതായത് ഒരു എന്തുണ്ടാകും, നമ്മളുടെ പ്രൈം മെറിഡിയനിൽ നിന്ന് എന്തുണ്ടാകും? ഒരു ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാം അല്ലേ? ഈ പോയിൻ്റ് എങ്ങനെയാണ് കിടക്കുന്നത്? ഈ പോയിൻ്റ് പോളിൽ നിന്ന് എന്ത് ചെയ്യാം? അടുത്ത പോളിലേക്ക് ഈ പോയിൻറ്റിനെ കണക്ട് ചെയ്തൊരു വര വരയ്ക്കാം അല്ലേ? അവിടേക്ക് എന്താണ് പ്രൈം മെറിഡിയനിൽ നിന്നുള്ള ഈ ദൂരം കണക്കാക്കാം, ഒരു ലോഞ്ചിറ്റ്യൂഡ് കിട്ടി. ഇനി ആ പോയിൻറ്റിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് നടുവിൽ നിന്ന് എന്ത് ചെയ്യാം? എങ്ങനെയാണ് കോണളവ് എന്ന് നമുക്ക് കണക്കാക്കാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ഈ ഒരു കോണളവും കിട്ടും. അപ്പോൾ ഈ രണ്ട് കോണളവുകളും നമുക്ക് ലഭിക്കുന്നതോട് കൂടിയിട്ട് ഈ പോയിൻ്റ് പിൻ പോയിൻ്റ് ചെയ്ത് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെയാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ ഒരു പോയിന്റിലേക്കുള്ള ലാറ്റിറ്റ്യൂഡുകളുടെയും ലോഞ്ചിറ്റ്യൂഡുകളുടെയും കിടത്തം. ഇനി ഇന്ത്യയുടെ പൊസിഷൻ നോക്കൂ നിങ്ങൾ. ഇന്ത്യയുടെ പൊസിഷൻ നമ്മളുടെ 0 ഡിഗ്രി ആയിട്ടുള്ള നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ 8 ഡിഗ്രി നോർത്ത് വടക്കിലേക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയുള്ള നമ്മളുടെ ലാറ്റിറ്റ്യൂഡുകൾ, എന്താണ് ലാറ്റിറ്റ്യൂഡുകൾ അല്ലേ? പാരലൽസ് ആയിട്ട് പോകുന്ന ലൈനുകൾ ലാറ്റിറ്റ്യൂഡുകൾ. അത് മുതൽ നമ്മളുടെ പ്രൈം മെറിഡിയനിൽ നിന്ന് ഇങ്ങോട്ട് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ 68 ഡിഗ്രി ഈസ്റ്റ് കിഴക്ക്, 68 ഡിഗ്രി കിഴക്ക് മുതൽ ഏതാണ്ട് 98 ഡിഗ്രി കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മളുടെ ഇന്ത്യ കിടക്കുന്നത്. അതായത് ലണ്ടനിലൂടെ പോകുന്ന ആ ലൈനിൽ നിന്നും ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കല്ലേ നമ്മൾ സഞ്ചരിക്കേണ്ടത്. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ 68 ഡിഗ്രി എത്തുമ്പോഴാണ് ഇന്ത്യ തുടങ്ങുന്നത്. 98 ഡിഗ്രിയിൽ ഇന്ത്യ ഏതാണ്ട് അവസാനിക്കുന്നു. നമ്മളുടെ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോഴല്ലേ ഇന്ത്യയെ കാണുക നമുക്ക്. അങ്ങനെ പോകുമ്പോഴോ ഏതാണ്ട് 8 ഡിഗ്രി വടക്ക് മുതൽ ഏതാണ്ട് 38 ഡിഗ്രി വടക്ക് വരെയുള്ള രേഖകളിൽ എന്ത് ചെയ്യുന്നു? അവയ്ക്കിടയിൽ ഇന്ത്യയുടെ ജിയോഗ്രഫി വ്യാപിച്ച് കിടക്കുന്നു. ഈ കാര്യവും എന്ത് ചെയ്തേക്കുക? ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കൺസെപ്റ്റുകൾ പറഞ്ഞ ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ളത് കൊണ്ട് കുറച്ച് വേഗതയിൽ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ കൺസെപ്റ്റുകൾ ക്ലിയറായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കാനും റിവൈസ് ചെയ്ത് മനസ്സിലാക്കാനും ശ്രമിക്കുക. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ്.